നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുച്ചൻ കൂടെയുള്ളപ്പോ ആരെ എനിക്ക് പേടിയില്ല. ഹി ഈസ് മൈ ഹീറോ, റിയൽ ഹീറോ. അച്ഛനും അച്ഛമ്മയൊക്കെ വിദേശത്താ. അച്ഛമ്മയുടെ പേരെ കുട്ടിക്കിട്ടിരിക്കുന്നത് സത്യഭാമ. ഏതായാലും ആ സത്യഭാമ ഭാഗ്യവതിയ. സത്യമോളുടെ അമ്മ തന്റെ അമ്മായിയമ്മയുടെ പേരല്ലേ ആ കുട്ടിക്കിട്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും മരുമക്കൾ ചെയ്യുന്നതാണോ അത്? അമ്മായിമ്മയുടെ പേര് കേൾക്കുന്നത് തന്നെ ദേഷ്യ. പിന്നല്ലേ കുഞ്ഞിനാ പേരിടുന്നത്. അപ്പോ സത്യയുടെ അമ്മ ആള് കൊള്ളാം അല്ലേ? പിന്നെ മിടിക്കല്ലേ. അങ്ങനത്തെ മരുമക്കളെ കിട്ടാൻ ഏതമ്മമാരാ കൊതിക്കാത്തത്? സാധാരണ കല്യാണം കഴിഞ്ഞ മക്കളെ അമ്മമാരുടെ അടുത്തുനിന്ന് അടർത്തിക്കൊണ്ടു പോകുക ഭാര്യമാര് ചെയ്യാറ്. ഇവള് അതിനൊന്നും ശ്രമിച്ചില്ലല്ലോ. കുഞ്ഞുമായി മനസ്സമാധാനായിട്ട് ജീവിക്കുന്നു. അമ്മയും മകനും മറ്റൊരിടത്ത്. അവരെ നമുക്കൊന്ന് ഒരുമിപ്പിക്കണ്ടേ സത്യാമ്മേ? ആരെ? സത്യയുടെ അമ്മയും അവളുടെ അച്ഛനെയും തമ്മിൽ. അവര് രണ്ട് നാട്ടിലാണെന്നേ ഉള്ളൂ. പക്ഷെ തമ്മില് പിണക്കൊന്നുമില്ല. ഒരുപക്ഷെ ആണെങ്കിലോ? അല്ല, മോൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? അല്ല, സത്യയുടെ അമ്മ വലിയൊരു ഓഫീസറാണെന്നല്ലേ പറഞ്ഞത്? ഒരു ഒഫീഷ്യൽ മീറ്റിംഗിനിടെ ഞാൻ അവരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അന്ന് ഈ മോൾ ഉണ്ടായിരുന്നു ഒപ്പം. മോളെ കൂടെ കണ്ടപ്പോ ഒരു കൗതുകത്തിന് പേഴ്സണൽ കാര്യങ്ങളൊക്കെ തിരക്കിയതാ. ഓ, സത്യയുടെ അച്ഛനെ പറ്റി പറഞ്ഞപ്പോ അയാൾക്കെന്തോ നല്ല സങ്കടം ഉള്ളതുപോലെയാ എനിക്ക് തോന്നിയത്. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അത് സത്യയുടെ അമ്മ ഈ ഫംഗ്ഷന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം. സത്യാമ്മ ഇടപെട്ട അവരും ഭർത്താവും സമ്മതിക്കാതിരിക്കില്ല. അതിന് സത്യയുടെ അമ്മ വന്നിട്ടുണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. മോളെ,
performance. Give our little masters a very big applause. Dears, ഇനി നമ്മുടെ പപ്പിമോളും സത്യമോളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ എന്ന വിഷയത്തെ പറ്റി 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. റെഡിയല്ലേ? പപ്പിമോള് പറയും പപ്പിമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണെന്ന്. പറഞ്ഞു പപ്പിമോളെ. എനിക്ക് എല്ലാരും ഇഷ്ടാ. അച്ഛൻ എപ്പോഴും എന്നെ ഉമ്മനിക്കും, എടുത്ത് മടി വെക്കും, ഞാൻ കഴിച്ചോന്നൊക്കെ അന്വേഷിക്കും. അച്ഛൻ എന്നോട് ഒത്തിരി ഇഷ്ടാ. അച്ഛമ്മ എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തരുന്നത്. എനിക്കച്ഛമ്മ ഒന്നിനും ഒരു കുറവും വരുത്താറില്ല. ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ ഓരോ സാധനങ്ങൾ വാങ്ങിത്തരും. എന്നെ കുളിപ്പിക്കുന്നതും ഒരുക്കുന്നതും കണ്ണെഴുതിപ്പിക്കുന്നതും മുടി ചീകി കിട്ടുന്നതും എല്ലാം എന്റെ അമ്മയാ. വിശക്കുമ്പോ പിന്നാലെ നടന്ന് ചോറ് തരും. അസുഖം വന്ന മരുന്ന് തന്ന് ഉറങ്ങാതെ എന്റെ അടുത്ത് കാവലിരിക്കും. എനിക്ക് എല്ലാരും ഇഷ്ടാ. അച്ഛനെയും അച്ഛമ്മയും അച്ഛനെയും അമ്മയും ആന്റിയെയും അങ്കിളിനെയും എല്ലാരും എനിക്കിഷ്ടാ. പക്ഷേ എനിക്ക് ഇതിനേക്കാളൊക്കെ വലിയ ഇഷ്ടം എനിക്കെന്റെ വല്യച്ഛനെയാ. എന്റെ വിഷ്ണു അച്ഛനെ. വിഷ്ണു അച്ഛൻ എന്നെ കൂടെ കിടത്തി ഉറക്കുകയും കഥ പറഞ്ഞ് തരികയും ചെയ്യുമ്പോ കിട്ടുന്ന സന്തോഷം എത്രയാന്നറിയോ? വിഷ്ണു അച്ഛൻ കൂടെയുള്ളപ്പോ ആരെയും എനിക്ക് പേടിയില്ല. ഹി ഈസ് മൈ ഹീറോ, റിയൽ ഹീറോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.